നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പാലിക്കാത്തതിന് ഉപഭോക്താക്കളിൽ നിന്ന് പിഴ ഈടാക്കരുതെന്ന് പാർലമെന്റിന്റെ പെറ്റീഷൻസ് കമ്മിറ്റി നിർദ്ദേശിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ 4817 കോടി രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഈ പിഴ പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും പുറപ്പെടുവിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ SBI, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവ പിഴ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ യൂക്കോ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയും പിഴ നിർത്തലാക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ ഉണ്ടായ അസാധാരണമായിട്ടുള്ള കുതിച്ചുചാട്ടം നിക്ഷേപകർക്ക് വലിയ ലാഭമാണ് നൽകുന്നത്. വില ഉയർന്നതോടെ രാജ്യത്തെ സാധാരണ കുടുംബങ്ങളുടെ പക്കലുള്ള സ്വർണ്ണ ആസ്തിയുടെ മൂല്യത്തിനും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന സ്വർണ്ണത്തിന് നിയമപരമായിട്ട് അളവ് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും വരുമാന സ്രോതസ് വെളിപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആദായനികുതി വകുപ്പ് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണ്ണവും അവിവാഹിതയായിട്ടുള്ള യുവതിക്ക് 250 ഗ്രാമും പുരുഷന്മാർക്ക് 100 ഗ്രാമും രേഖകളില്ലാതെ തന്നെ കൈവശം വയ്ക്കാവുന്നതാണ്. എന്നാൽ നിശ്ചിത പരിധിയിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നവർ അതിൻ്റെ സ്രോതസ് തെളിയിക്കുന്ന രേഖകൾ കരുതേണ്ടതുണ്ട്. അധികമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന സ്വർണ്ണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിനെ വിശദീകരിക്കാത്ത നിക്ഷേപമായിട്ട് ആദായനികുതി വകുപ്പ് കണക്കാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണ്ണത്തിന്റെ മൂല്യത്തിന്റെ 60% നികുതിയായിട്ടും അതിന് പുറമെ സർചാർജ്, സെസ് എന്നിവയും ഈടാക്കും. പലിശയും പിഴയും ഇതിനു പുറമെ നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർഷകർക്കായിട്ട് സുപ്രധാനമായിട്ടുള്ളൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണെന്നും ഈ മാസത്തോടെ തന്നെ തുക കർഷകരിലേക്ക് എത്തിയേക്കുമെന്നുമാണ് പുതിയ സൂചനകൾ ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ ഈ വിതരണത്തിന് മുന്നോടിയായിട്ട് ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല കർഷകരും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാർ ബന്ധിപ്പിക്കുന്ന, അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് ഇതിന് കാരണം. സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാത്രം 68,000-ന് മുകളിൽ കർഷകരാണ് ഈ പട്ടികയിലുള്ളതെന്നാണ് സൂചന. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 50,000-ൽ താഴെയും ചിലയിടങ്ങളിൽ 1,00,000-ന് മുകളിലും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ഇത്രയധികം കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുന്നത് വലിയൊരു സാമ്പത്തിക നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർഷകരും ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ആധാർ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് നിലവിൽ ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുൻപ് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരും 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് എത്രയും വേഗം തന്നെ പരിശോധിക്കേണ്ടതാണ്. സ്റ്റാറ്റസ് ശരിയാണെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. നേരത്തെ നമ്മൾ KYC ഒക്കെ പൂർത്തിയാക്കിയതാണ്. എങ്കിലും ഈ ഒരു സീഡിംഗ് കൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. കൂടാതെ കഴിഞ്ഞ തവണ തുക മുടങ്ങിയ കർഷകർക്കായിട്ട് കഴിഞ്ഞ ദിവസം 2000 രൂപ വീതം സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ടെന്നും പുതിയ അറിയിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ കർഷകരും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് അക്കൗണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കുന്നതാണ്. 25-ാം തീയതിയോടെയൊക്കെ ആയിരിക്കും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കുമൊക്കെ തന്നെ തുക എത്തിത്തുടങ്ങുക. ഇതാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് 14,500 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ തുക വിനിയോഗിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക. നിലവിൽ ഇപ്പോൾ പെൻഷൻ തുക അത് ബാങ്ക് അക്കൗണ്ട് വഴി സ്വീകരിക്കുന്നവർക്ക് അത് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ നേരിട്ട് കൈകളിലേക്ക് കൈപ്പറ്റുന്നവർക്ക് ഇനി അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് ആ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഗുണഭോക്താക്കൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പെൻഷൻ സ്വീകരിക്കുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്താനായിട്ട് അധികാരമുണ്ടെന്ന് മുൻപേയുള്ള സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്ന ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് കൃത്യസമയത്ത് തന്നെ ഹാജരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഇളവുകളുണ്ട്. ഇനി അതുപോലെ തന്നെ മുൻപ് തൊട്ടേ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരിൽ ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ എത്രയും വേഗം അത് പഞ്ചായത്തിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ്. പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ ഇന്ന് മുതൽ വീണ്ടും സജീവമാവുകയാണ്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ മാസത്തെ റേഷൻ വിഹിതം ഇതുവരെ വാങ്ങിയിട്ടില്ലാത്ത നീല വെള്ള കാർഡ് ഉടമകൾ എത്രയും വേഗം തന്നെ അത് കൈപ്പറ്റേണ്ടതാണ്. നീല കാർഡിലുള്ള ഓരോ അംഗത്തിനും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും 17 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ടയും ലഭിക്കും. കൂടാതെ നീല കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭ്യമാണ്. ഇനി വെള്ള കാർഡ് ഉടമകളാണെങ്കിൽ അവർക്ക് കാർഡിന് ആകെ 2 കിലോ അരി, അത് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ, അതുപോലെ 7 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. റേഷൻ കടകൾക്കൊപ്പം തന്നെ സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഹിതങ്ങളും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലേക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ നോൺ പ്രയോറിറ്റി നീല വെള്ള വിഭാഗത്തിൽപ്പെട്ട അർഹരായിട്ടുള്ള ആളുകൾക്ക് പിങ്ക് PHH വിഭാഗത്തിലേക്ക് മാറുന്നതിനായിട്ട് ഓൺലൈൻ വഴി തന്നെ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള സമയപരിധി നിലവിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 2026 ഫെബ്രുവരി 20 വരെയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇനി വെറും 4-5 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ അപേക്ഷിക്കുന്നവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഫെബ്രുവരി 20 തീയതിക്ക്, അതായത് വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അർഹരായ എല്ലാ കുടുംബങ്ങളും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ 2 ആഴ്ചയിലേറെയായിട്ട് തുടരുന്ന ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിന് 1,15,680 രൂപയാണ്. ഗ്രാമിന് 14,460 രൂപയാണ് നൽകേണ്ടത്. 2000-നടുത്ത് രൂപ ഒരു പവന് കൂടിയ ശേഷമാണ് സ്വർണം ഈ നിരക്കുകളിൽ എത്തിയിരിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.